ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റോപീഡിയ. ഇത് നമ്മുടെ ചാനലിന്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. അപ്പൊ കൂടുതൽ ഇൻട്രോ ഒന്നും ഇല്ലാതെ അങ്ങ് തുടങ്ങാം. പിന്നെ എന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഒരു ക്രിസ്മസ് ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണെന്ന്. ഇതൊരു കുഞ്ഞ് ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. അധികം ഞാൻ കത്തി വെച്ച് വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു 60% ഐറ്റംസ് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഓൾറെഡി ഷോർട്ട് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനെയും ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത ഒരു ടേബിൾ സെറ്റപ്പ് ആണ്. എല്ലാവരെയും പോലെ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ടേബിളൊക്കെ ഇങ്ങനെ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. പക്ഷെ എന്റെ കോളേജ് ടൈം ഒക്കെ ഹോസ്റ്റലിലും വീട്ടിലും ഒക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൂടാതെ പിന്നെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിന്നപ്പോൾ ആ റൂമിലാണ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസും ഇല്ല. കുറച്ച് ലേറ്റ് ആയി പോയെങ്കിലും പ്രായം അതിക്രമിച്ചെങ്കിലും ഫൈനലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആ കൈ കാണിച്ചത് എന്താന്ന് മനസ്സിലായോ? രാവിലെ കിട്ടിയ ഒരു ക്രിസ്മസ് സമ്മാനമാണ്. ഓവന്റെ സൈഡിൽ കൊണ്ടിട്ട് കൈ നല്ല ഫ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ടേബിൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വലിയ രീതിയിലുള്ള ക്ലീനിങ് ഒന്നും വേണ്ടായിരുന്നു. ഓൾറെഡി നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുമായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഞാൻ ആ ക്രിസ്മസ് വില്ലേജ് എടുത്ത സൈഡിലോട്ട് തന്നെ വെച്ചു. കാരണം തട്ടുവോ മുട്ടുവോ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പെടന്ന് നിലത്ത് കിടക്കും. ഈ ക്രിസ്മസ് വില്ലേജിൽ ഞാൻ പുതിയൊരു അതിഥിയെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? ഈ ഉറങ്ങുന്ന പൂച്ചസാറിനെ നമ്മളൊരു ക്രിസ്മസ് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു പൂച്ചയെ വളർത്താനുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. അപ്പൊ പിന്നെ ഇതെങ്കിലും ഇരിക്കട്ടെ എന്നോർത്ത് ഈ ഒരു സാധനം അങ്ങ് മേടിച്ചു. എന്നിട്ടൊരു പേര് ഇട്ടു, മിലി. ഞാനെല്ലാം മറ്റേ കുഞ്ഞു കുഞ്ഞു മുള്ളാണി പോലത്തെ വെച്ചിട്ടാണ് എല്ലാം ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നത്. കാരണം മറ്റേ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോൾ പെയിന്റ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇളകിപ്പോരും. ഈ ആണിയാകുമ്പോൾ വലിച്ചൂരി എടുത്ത് കഴിഞ്ഞ ഒരു ചെറിയ ഹോള് മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ഈ ഒരു ബോക്സ് നമ്മൾ കടയിൽ നിന്ന് ഡാമേജ്ഡ് പീസായിട്ട് എടുത്തതാണ്. ഒരു ചെറിയ പീസ് ഇളകിയിരിക്കുമായിരുന്നു. അത് ഒട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല എസ്തെറ്റിക് ആയിട്ടില്ലേ കാണാൻ. പിന്നെ എപ്പോഴത്തെയും പോലെ ഇത് ഞാൻ അങ്ങനെ പിൻട്രസ്റ്റ് റെഫറൻസ് ഒന്നും നോക്കിയിട്ടല്ല ചെയ്തത്. കാരണം പിൻട്രസ്റ്റ് കാണുന്ന സാധനങ്ങളും എന്റെ കയ്യിലുള്ള സാധനങ്ങളും പരസ്പര ബന്ധമില്ലാത്തതായതുകൊണ്ട് ഞാൻ കൂടുതൽ റെഫർ ചെയ്യാനൊന്നും. പിന്നെ ഈ ഒരു ത്രികോണ ഷേപ്പിലുള്ള ഡെസ്ക് ഡെക്കോർ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതായിരുന്നു. അതിലെ ആ പിങ്ക് ഡെക്കറേറ്റീവ് ബോൾസ് ഇപ്പൊ കാണുമ്പോൾ ഈ ഒരു വൈബായിട്ട് മാച്ച് ആവാത്തതുകൊണ്ട് ഞാനതൊരു ഗ്രീനും സിൽവറും ആക്കി. എന്റെ ഇരിക്കുന്ന കൂടുതൽ ഡെക്കറേറ്റീവ് ബോൾസും പിങ്ക് കളറിലായതുകൊണ്ട് അത് എവിടെ മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതൊക്കെ മാറ്റി. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഒരു ചുള്ളിക്കമ്പിൽ തൂക്കിയിടാന്നുള്ളത്. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ഒരു കമ്പൊക്കെ ഒടിച്ചോണ്ട് വന്ന് ഒരു കുപ്പിക്കകത്തിട്ടിട്ട് അതെല്ലാം കൂടെ പെറുക്കി അതിൽ തൂക്കിയിട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ചെയ്തു വന്നപ്പോ എനിക്ക് ഉള്ളതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു. നല്ലൊരു പൂക്കി ഡൂക്കി സാധനം. ചില സമയത്ത് നമുക്ക് തോന്നുന്ന ഇൻസ്റ്റന്റ് ഐഡിയാസ് ഒക്കെ ഭയങ്കര സൂപ്പർ ആയിരിക്കും. അപ്പൊ ഞാൻ ഓർക്കും ഞാനൊരു സംഭവം തന്നെ. പക്ഷെ വേറെ ചില നേരത്ത് നമ്മൾ നല്ലോണം പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിലും എല്ലാം അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. എന്തായാലും ഈ സാധനം നല്ല രീതിയിൽ ഒരു ക്രിസ്മസ് വൈബ് തരുന്നുണ്ടായിരുന്നു. അത് കണ്ട സന്തോഷത്തിൽ പിന്നെ ഞാൻ സങ്കടമൊന്നുമില്ലാതെ ബാക്കിയുള്ള ബോൾസും തിരിച്ച് പെട്ടി കയറ്റി. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. കാരണം കുഞ്ഞു ഡെസ്ക് ആയതുകൊണ്ട് അധിക സാധനങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ജിഞ്ചർ ബ്രെഡ് മാൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടില്ലേ, ആ തൊപ്പിയും വെച്ചുകൊണ്ടിരിക്കുന്ന കാണാനായിട്ട്. പിന്നെ ഈ വോളിന്റെ ഒരു സൈഡിലെ ഭിത്തിക്ക് എന്തോ ഒരു കളർ ചേഞ്ച് പോലെ ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ചെറിയ പെയിന്റിങ്സ് പോസ്റ്റേഴ്സ് ഒക്കെ വെച്ച് ഞാൻ അതങ്ങ് മറച്ചു കൊടുത്തു. പിന്നെ ടേബിളിന്റെ ഒരു സൈഡിൽ മാത്രമേ നോക്കിയപ്പോൾ ലൈറ്റ് ഉള്ളൂ. പിന്നെ ഒട്ടും കുറച്ചില്ല, ഇപ്പുറത്തെ സൈഡും ഫുൾ അങ്ങ് ബിനാലെ. അപ്പൊ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? എന്തായാലും നല്ല ബിനാലെ പോലെ ആക്കിയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നൈറ്റ് വീഡിയോ ഇതിന്റെ കൂട്ടത്തിൽ ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും രാവിലെ തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അങ്ങനെ ഇതോടെ നമ്മുടെ ക്രിസ്മസ് മേക്ക് ഓവർ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.